Hi friends, once again welcome back to EduTutor. Today I am extremely happy. It's the 19th day that we are learning to speak English. We have chosen one of the best topics, that is angry. ഹായ് ഫ്രണ്ട്സ്, ആംഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യം. അപ്പോൾ ഈ ദേഷ്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് ഇന്ന് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം കുറച്ച് വൊക്കാബുലറീസ് പഠിക്കാം, കുറച്ച് വേർഡ്സ്. പുതിയ പുതിയ വേർഡ്സുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം, എങ്കിലും നമുക്കതൊന്നും കൂടിയും പഠിക്കാം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് സെൻറ്റൻസസ് പഠിക്കാം. അതിനുശേഷം ഞാനൊരു പാരഗ്രാഫ് തരുന്നതായിരിക്കും. ആ പാരഗ്രാഫ് ആദ്യം ഞാൻ വായിക്കും. മലയാളം അർത്ഥം പറയില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കും. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ വായിച്ചതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം വായിക്കുന്നുള്ളൂ. നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ 2, 3, 4 തവണയോ വായിച്ച് അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കണം. അപ്പം ഞാനൊരു പ്രാവശ്യം വായിച്ചതിന് ശേഷം അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ ആദ്യമേ ആ അർത്ഥം കേൾക്കരുത് കേട്ടോ. ആദ്യം നിങ്ങൾ വായിച്ച് വീഡിയോ പോസ് ചെയ്ത് നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് അർത്ഥം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ പറഞ്ഞ ആൻസറും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതും ഒന്നാണോ അല്ലെങ്കിൽ എന്താണ് അതിൽ വന്ന മിസ്റ്റേക്സ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒന്നും കൂടി ആ പാരഗ്രാഫ് എടുത്ത് വായിച്ച് അനലൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതായിരിക്കും ഇന്നത്തെ നമ്മുടെ ടാസ്ക്. Vocabulary. Repeat after me. Anchor, angry, upset, calm, relax, deep breath, patient, control, forgive, smile. ഇവിടെ ആദ്യത്തെ 2 വേർഡ്സ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ആങ്കർ, ആംഗ്രി. എന്താണ് അർത്ഥം? രണ്ടും ദേഷ്യം എന്ന് തന്നെയല്ലേ? ഉണ്ട്, പക്ഷേ വ്യത്യാസമുണ്ട്. ആങ്കർ എന്ന് പറയുന്നത് ഒരു നൗണാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ദേഷ്യം എന്നുള്ള ഒരു ഫീലിംഗ് മാത്രമാണ്. അതേസമയം ആംഗ്രി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യമുള്ള ഒരു സമയമുണ്ടല്ലോ, ഹീസ് ആംഗ്രി എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ്, അവിടെയാണ് ആംഗ്രി യൂസ് ചെയ്യുന്നത്. മറ്റേത് ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം, അത്രേ ഉള്ളൂ. ദേഷ്യം അത് നമ്മൾക്കൊരു ഫീലിംഗ് ആയിട്ട് പുറത്തേക്ക് വരുന്നില്ല. അതൊരു നൗണാണ്. അതേസമയം ആംഗ്രി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവായിട്ട് മാറുകയാണ്. പിന്നെ ഇതിൽ ചില വാക്കുകൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്സെറ്റ്, അതുപോലെ റിലാക്സ്. കാം എന്ന് പറയുന്നത് ശാന്തമായ. ഡീപ്പ് ബ്രെത്ത്. ഡീപ്പ് ബ്രെത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഡീപ്പ് ബ്രെത്ത് എടുക്കുക എന്ന് വെച്ചാൽ നന്നായിട്ട് ശ്വാസം വലിച്ചു വിടുക. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം കുറച്ച് കുറയ്ക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് അല്ലേ? അതുപോലെ പേഷ്യൻ്റ്. നിങ്ങൾ പലപ്പോഴും ഈ വേർഡ് പേഷ്യൻ്റ് കേൾക്കുന്നത് പേഷ്യൻറ്റിന് 2 മീനിങ് ഉണ്ട്. ഒന്ന് നമ്മൾ കേൾക്കുന്നുള്ളത് രോഗി എന്നുള്ള, ഹോസ്പിറ്റലിലെ പേഷ്യൻ്റാണിത് എന്ന് പറയുന്നില്ലേ, പേഷ്യൻ്റാണ്, അത് രോഗം വരുമ്പോൾ. പക്ഷേ ഇവിടെ പേഷ്യൻ്റ് എന്ന് പറയുന്നത് ക്ഷമ, സഹിഷ്ണുത, അങ്ങനത്തെയൊക്കെയുള്ള ഒരു വാക്കാലാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി പേഷ്യൻ്റ് എന്ന് നമ്മൾ പറയും. ക്ഷമയോട് കൂടി ഇരിക്കുക, ദേഷ്യപ്പെടല്ലേ, ക്ഷമയോട് കൂടി ഇരിക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ പേഷ്യൻ്റ്. കൺട്രോൾ, സ്മൈൽ, ഫോർഗീവ് എന്ന് പറയുന്നത് ക്ഷമിക്കൂ എന്ന് പറയുന്നതാണ്. ഐ ആം ആംഗ്രി എന്ന് പറയുന്നത് എന്താ? എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് ദേഷ്യം വരുന്നു. നമ്മളിപ്പോൾ ഇത് മലയാളം നോക്കുകയാണെങ്കിൽ എനിക്ക് ഐ, ദേഷ്യം ആംഗ്രി, വരുന്നു. എങ്ങനെ വരുന്നു എന്നതിന് ഇംഗ്ലീഷ് നമ്മളിവിടെ പറയുന്നുണ്ടോ? ഇല്ല. അങ്ങനെ മലയാളത്തിൽ ഓരോ വേർഡും വെച്ച് നമ്മൾ ഇംഗ്ലീഷിൽ ഫോം ചെയ്യേണ്ട കാര്യമില്ല. ഐ ആം ആംഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുന്നു എന്നായി. ഇവിടെ ആങ്കർ അല്ല യൂസ് ചെയ്യുന്നത്. ആങ്കർ അല്ല യൂസ് ചെയ്യുന്നത്, ആംഗ്രി ആണ്. ഇതാണ് അഡ്ജക്റ്റീവ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ട പദം ആംഗ്രി ആണ്. ഐ ആം അപ്സെറ്റ്. പ്ലീസ് കാം ഡൗൺ. ഒരു വ്യക്തി വല്ലാണ്ട് ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ആ വ്യക്തിയോട് നിങ്ങൾ പറയില്ലേ,
ഒന്ന് ശാന്താവ്, ഒന്ന് പതുക്കെ പറ, ശാന്താവ് എന്ന് പറയില്ലേ, അതിനെയാണ് പ്ലീസ് കാം ഡൗൺ. ഡോണ്ട് വറി, ഡോണ്ട് വറി. വറി എന്ന് പറയുന്നത് വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും എന്നൊരു അഷുറൻസ് കൊടുക്കുന്നതാണ്. ഡോണ്ട് വറി. ടേക്ക് എ ഡീപ്പ് ബ്രെത്ത്. നന്നായിട്ട് ശ്വാസം വലിച്ചു വിടൂ. ടേക്ക് എ ഡീപ്പ് ബ്രെത്ത്. നന്നായിട്ട് ശ്വാസം എടുക്കൂ എന്ന് പറയുന്നതാണ് ടേക്ക് എ ഡീപ്പ് ബ്രെത്ത്. ലെറ്റ്സ് ടോക്ക് പീസ്ഫുള്ളി. നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. ഇവിടെ ലെറ്റ്സ് കണ്ടോ, ലെറ്റ് അസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് ഇങ്ങനെ പറഞ്ഞാൽ മതി. ലെറ്റ്സ് ടോക്ക് പീസ്ഫുള്ളി. ഐ അണ്ടർസ്റ്റാൻഡ് യു. എനിക്ക് നിന്നെ മനസ്സിലാകും. ഐ ഫോർഗീവ് യു. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. Now let's see some daily life sentences which is useful for you. Why are you angry? എന്തിനാണ് നീ ദേഷ്യപ്പെടുന്നത്? Why? എന്തിനാണ്, എന്തുകൊണ്ടാണ്? Are you angry? കണ്ടോ, ഇവിടെ ആങ്കർ അല്ല വരുന്നത്, ആംഗ്രി ആണ്. ഓക്കെ, ഫീലിംഗ് ആണത്. വൈ ആർ യു ആംഗ്രി? നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? പ്ലീസ് ഡോണ്ട് ഷൗട്ട്. ഷൗട്ട് എന്ന് പറഞ്ഞാൽ ഒച്ചത്തിൽ സംസാരിക്കുന്നതിനെയാണ് ഷൗട്ട് എന്ന് പറയുക. ഡോണ്ട്, ഡോണ്ട് എന്ന് പറയുന്നത് ഡു നോട്ട്. പ്ലീസ് ഡു നോട്ട് ഷൗട്ട്. പ്ലീസ് ഡോണ്ട് ഷൗട്ട്. ഒച്ച വയ്ക്കല്ലേ എന്ന് പറയുന്നതാണ്. ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. ഇതൊരു പൊളൈറ്റ് സംസാരമാണ്. ആരെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ചോദിക്കാവുന്നൊരു കാര്യമാണ്. അത് നമ്മുടെ ഫ്രണ്ടിനോടോ ഹസ്ബൻഡിനോടോ പാരൻസിനോടോ കുട്ടികളോടോ ആരോട് വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ സാധിക്കും. ടെൽ മീ, പറയൂ, വാട്ട് ഹാപ്പൻഡ്, എന്താണ് പറ്റിയത്. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് കേട്ടോ. നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ഇങ്ങനത്തെ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വെറുതെ പഠിക്കുകയല്ല, പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ. എവറിത്തിങ് വിൽ ബി ഓക്കെ. എല്ലാം ശരിയാകും. ഇവിടെ വിൽ ബി എന്നാണ് പറയുന്നത്. വിൽ ബി എന്ന് പറയുന്നത് ഇപ്പം എല്ലാം ശരിയായിട്ടില്ല. അപ്പോൾ വിൽ ബി എല്ലാം ശരി ആകും. ഓക്കെ, ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാം ശരി ആകും. വിൽ ബി. ലെറ്റ്സ് സോൾവ് ദിസ് പ്രോബ്ലം. നമുക്ക് ഈ പ്രോബ്ലം പരിഹരിക്കാം. ലെറ്റ് അസ് എന്ന് പറയുന്നതാണ് ലെറ്റ്സ്. ഐ ഡോണ്ട് വാണ്ട് ടു ആർഗ്യൂ. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഐ വാണ്ട്. ആ സെൻറ്റൻസസുകൾ പഠിച്ചിട്ടുണ്ട്. എനിക്ക് വേണം, ഐ വാണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഐ ഡോണ്ട് വാണ്ട്. ഐ ഡു നോട്ട് വാണ്ട്. എനിക്ക് വേണ്ട. എന്ത് വേണ്ട? ടു ആർഗ്യൂ. ആർഗ്യൂ എന്ന് പറഞ്ഞാൽ തർക്കിക്കുക. അപ്പോൾ എനിക്ക് തർക്കിക്കണ്ട. താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡിങ് അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നെ മനസ്സിലാക്കിയതിൽ ഒത്തിരി നന്ദി. താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെയാണ് കേട്ടോ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ താങ്ക് യു പറയുമ്പോഴാണ് ഇങ്ങനെ. ഇനി അത് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതാണെങ്കിൽ അണ്ടർസ്റ്റുഡ് എന്ന് വരും. അപ്പോൾ ഇവിടെ താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. നീ എന്നെ മനസ്സിലാക്കിയതിൽ നന്ദി. ലെറ്റ്സ് ബി ഫ്രണ്ട്സ് അഗെയിൻ. നമുക്ക് വീണ്ടും, അഗെയിൻ വീണ്ടും ഫ്രണ്ട്സ് ആകാം. നൗ ഇപ്പം നമ്മൾ ഇനി ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്, ഈ ഒരു പാരഗ്രാഫ്, ഒരു 2-3 പാരഗ്രാഫ്സ് ഉണ്ട്. ഇത് ഞാൻ വായിക്കും. യു ജസ്റ്റ് ലിസൺ കെയർഫുള്ളി ആൻഡ് റീഡ് ആൻഡ് റീഡ്. വായിക്കുക, പിന്നെയും വായിക്കുക. ആൻഡ് ദെൻ യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. മീനിങ് മനസ്സിലാക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞു തരുന്ന മീനിങ് ഇപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടതില്ല. അതിനുശേഷം മാത്രം നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ പറഞ്ഞ മീനിങ്ങും ഞാൻ പറയുന്ന മീനിങ്ങും ഒക്കെ സെയിം ആണോ എന്നുള്ളത്. അതിനുശേഷം ആദ്യം റീഡ് ചെയ്യുക. ഓക്കെ അല്ലേ? ടുഡേ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആങ്കർ. ആങ്കർ ഈസ് എ നോർമൽ ഇമോഷൻ. Everyone gets angry sometimes, but we should not let anger control us. We should learn to control our anger.
When you are angry, don't shout. Don't speak without thinking. Take a deep breath. Stay quiet for a few seconds. Then speak calmly. Kind words are always stronger than angry words. A calm person can solve problems easily. An angry person may create more problems. Remember, every day is a new chance to become a better person. Be patient. Be kind. Forgive others. Choose peace instead of anger. Always remember, control your anger before your anger controls you. Keep smiling, keep learning English, and keep becoming the best version of yourself. You can do it. ഈ വായിച്ചതിൻ്റെ ഒക്കെ മീനിങ് ഞാൻ പറയാൻ പോവുകയാണ്. നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആദ്യം തൊട്ടിട്ട് നിങ്ങൾക്ക് കാണാൻ നിങ്ങൾ തന്നെ റീഡ് ചെയ്ത് നോക്കൂ. ഓക്കെ, ഇതിലെന്താ പറയുന്നത്? ഇന്ന് നമുക്ക് ദേഷ്യത്തെക്കുറിച്ച് സംസാരിക്കാം. ദേഷ്യം എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ഇമോഷനാണ്. എല്ലാവർക്കും ദേഷ്യം പലപ്പോഴായിട്ട് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ, സംടൈംസ് ആണ്, ചിലപ്പോഴൊക്കെ എല്ലാവർക്കും ദേഷ്യം വരാറുണ്ട്. പക്ഷേ ഈ പറയുന്ന ദേഷ്യം ഒരിക്കലും നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റരുത്. ഓക്കെ, ഒരിക്കലും ദേഷ്യം നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് അനുവദിക്കരുത്. പക്ഷേ നമ്മളായിരിക്കണം ദേഷ്യത്തെ കൺട്രോൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ഒരിക്കലും ഓളിയിട്ട് ഷൗട്ട് ചെയ്യരുത്, ഒച്ചത്തിൽ ഓളി വെക്കരുത്. ചിന്തിക്കാതെ, തിങ്കിങ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, ചിന്തിക്കാതെ സംസാരിക്കരുത്. നന്നായി ശ്വാസം, ടേക്ക് എ ഡീപ്പ് ബ്രെത്ത് എന്ന് പറഞ്ഞാൽ നന്നായി ശ്വാസം എടുക്കുക. കുറച്ച് നേരം അങ്ങനെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം മാത്രം ശാന്തമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. കൈൻഡ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന നല്ല വാക്കുകൾ. അതാണ് കൂടുതൽ സ്ട്രോങ്ങർ ദാൻ ആംഗ്രി വേർഡ്സ്. ദേഷ്യത്തെക്കാട്ടിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേർഡ്സ് കൈൻഡ് വേർഡ്സിനാണ്. എ കാം പേഴ്സൺ, ശാന്തമായിട്ടുള്ളൊരു വ്യക്തി, ശാന്തമായിട്ടുള്ളൊരു വ്യക്തിക്ക് എല്ലാ പ്രോബ്ലംസും വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ആംഗ്രി ആയിട്ടുള്ള, ദേഷ്യമുള്ള ഒരു മനുഷ്യന് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കാനേ സാധിക്കുള്ളൂ. നമ്മൾ ദേഷ്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ കുറേ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. അതേസമയം ശാന്തമായിട്ടുള്ളൊരു വ്യക്തിക്ക് പെട്ടെന്ന് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. റിമെമ്പർ എന്ന് വെച്ചാൽ ഓർക്കുക, എല്ലാ ദിവസവും ഒരു പുതിയ ചാൻസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഒരു പുതിയ മനുഷ്യനായിട്ട് മാറാനായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ബെറ്റർ പേഴ്സൺ ആവാനായിട്ട്, കുറച്ചും കൂടി നല്ലൊരു വ്യക്തിയാകാനായിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് പുതിയ പുതിയ ചാൻസ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ബി പേഷ്യൻറ്റ്. ഇവിടെ എന്താ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ രോഗിയാണോ? അല്ല, ക്ഷമ പാലിക്കൂ. ബി കൈൻഡ്. അതുപോലെ ഫോർഗീവ് അതേഴ്സ്, മറ്റുള്ളവരോട് ക്ഷമിക്കൂ. ചൂസ് പീസ് ഇൻസ്റ്റെഡ് ഓഫ് ആങ്കർ. ഇൻസ്റ്റെഡ്, അതിന് പകരം, ദേഷ്യത്തിന് പകരം സമാധാനത്തെ തിരഞ്ഞെടുക്കൂ. ഓൾവേസ് റിമെമ്പർ, എപ്പോഴും നിങ്ങൾ ഓർത്തിരുന്നോളൂ, കൺട്രോൾ യുവർ ആങ്കർ ബിഫോർ യുവർ ആങ്കർ കൺട്രോൾസ് യു. എങ്ങനെയാണ് പറയുന്നത്? കൺട്രോൾ യുവർ ആങ്കർ, നീ നിൻ്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക. ബിഫോർ, എന്തിനു മുന്നേ? നിൻ്റെ ദേഷ്യം നിന്നെ കൺട്രോൾ ചെയ്യുന്നതിന് മുൻപ് നീ നിൻ്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക. ദേഷ്യം നിന്നെ കൺട്രോൾ ചെയ്യുന്നതിന് മുൻപ് നീ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക. കീപ് സ്മൈലിംഗ്, കീപ് ലേണിംഗ് ഇംഗ്ലീഷ്. എന്നുവെച്ചാൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കൂ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു ബെസ്റ്റ് വേർഷനായിട്ട് മാറാനായിട്ട് സാധിക്കും. സോ യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങളെ കൊണ്ട് സാധിക്കും.
ഈ 30 ഡേയ്സിൽ ചാലഞ്ചിന് ഇനിയൊരു 10 ഡേയ്സും കൂടിയേ നമുക്ക് റിമെയിൻ ചെയ്യുന്നുള്ളൂ. അതിനിടയിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷനോ അതല്ല എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. ഓക്കെ, so thank you for watching the video. We'll meet you with the next video. Bye then. Take care and goodbye.